വണ്ടർഫുൾ ഇന്റർനാഷണൽ കമ്പനിയുടെ ഫിജി കാർഡിന്റെ പ്ലാനിലേക്ക് ഒന്ന് നമുക്ക് ജസ്റ്റ് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വെൽക്കം ടു ദ ഫിജിറ്റൽ വേൾഡ്. ഫിജിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പർച്ചേസിംഗ് നമുക്കുള്ളത്. ഒന്ന് ഓൺലൈനായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം, സ്റ്റോർ ഉണ്ട്, നമുക്ക് ഫിസിക്കൽ സ്റ്റോറുകളുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം എന്നുള്ളത്. ലോകത്തിൽ തന്നെ രണ്ട് ആശയമാണ് ഫിജിറ്റൽ എന്ന വേൾഡിൽ തന്നെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ആശയമാണ്. നെക്സ്റ്റ് ടെക്നോളജി ചേഞ്ചസ്. തീർച്ചയായിട്ടും കാലഘട്ടത്തിന്റെ വലിയൊരു ചേഞ്ചസ് ആണ് നമ്മൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഫോണിലേക്ക് നമ്മൾ എല്ലാവരും മാറി അല്ലേ. പണ്ടൊക്കെ ലാൻഡ് ഫോൺ നമ്മൾ യൂസ് ചെയ്തു. പർച്ചേസിങ് അങ്ങനെ തന്നെ അല്ലേ. നമ്മൾ പണ്ട് ചന്തകളിലും മാർക്കറ്റിലൊക്കെ പോയി സാധനം മേടിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നു, പർച്ചേസ് ചെയ്യുന്നു. നെക്സ്റ്റ് വേൾഡ് ഫസ്റ്റ് ഡിജിറ്റൽ കമ്പനി വിത്ത് ഫാസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രീസ്. ലോകത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന 4 ബിസിനസ് മേഖലകളാണ്. അതിലൊന്ന് ഇ കൊമേഴ്സ് എന്ന് പറയും. ഇപ്പൊ നമ്മളൊക്കെ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആളുകളാണ്. ആ ഇന്റർനെറ്റിന്റെ എന്ത് സാന്നിധ്യത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അത് നമ്മൾ ഇ കൊമേഴ്സ് എന്നാണ് പറയുക. നെക്സ്റ്റ് ഡയറക്ട് സെല്ലിംഗ്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇടനിലക്കാരില്ലാത്ത കച്ചവടം. നമ്മൾ പുറത്തു നിന്ന് ഒരു പ്രൊഡക്റ്റ് പിടിക്കുമ്പോൾ പരസ്യമെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് സാധനം കിട്ടുന്നത്. ഇത് കമ്പനി, മാനുഫാക്ചർ, നേരെ കസ്റ്റമർ. അടുത്ത റഫറൽ മാർക്കറ്റിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് പണ്ട് നിയമങ്ങളൊന്നും ഇന്ത്യയിൽ ഇല്ലായിരുന്നു. 2016 സെൻട്രൽ ഗവൺമെന്റ് നിയമം നമുക്ക് കൊണ്ടുവന്നു. അത് ആദ്യമായിട്ട് കേരള സർക്കാർ അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. നെക്സ്റ്റ് ഹെൽത്ത് ആൻഡ് വെൽനസ്. നമുക്കിപ്പോൾ പ്രതിരോധശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് വെൽനസിന്റെ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മുടെ കമ്പനിയിലുണ്ട്. അപ്പോൾ തലവര ജ്യൂസ്, അതേപോലെ നെല്ലിക്കയുടെ ജ്യൂസ്, അങ്ങനെ ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള വെൽനസിന്റെ പ്രൊഡക്റ്റ് നമ്മുടെ അവൈലബിൾ ആണ്. ഈ 4 ബിസിനസ് മേഖലയും കൂടി കോർത്തിണക്കിയിട്ടാണ് ഫിജി കാർഡ് എന്നൊരു കമ്പനി വേൾഡിൽ തന്നെ ആദ്യമായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഇ കൊമേഴ്സ് ഓൺലൈൻ റീറ്റെയിൽ റവന്യൂ ആണ്. 2009 വർഷം എന്ന് പറയുമ്പോൾ 390 കോടിയാണ് അതിന്റെ റവന്യൂ നടന്നിട്ടുള്ളത്. 2014 എന്ന് പറയുന്ന സമയത്ത് 3800 കോടിയിലേക്ക് അതിന്റെ ടേൺ ഓവർ മാറിയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഒരു 4-5 മാസം കഴിഞ്ഞാൽ നമ്മൾ 2026 കിടക്കാണ് അല്ലെ. 20,000 കോടി എക്സ്പെക്ടഡ് ഗ്രോ ആണ് ഇ കൊമേഴ്സിന്റെ റവന്യൂ ആയിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സക്സസ്ഫുൾ ബിസിനസ് മോഡൽസ് ആയിട്ടുള്ള ഫേസ്ബുക്ക്, ആമസോൺ, ഓല, ഫ്ലിപ്കാർട്ട്, സൊമാറ്റോ ഇതൊക്കെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഡയറക്ട് സെല്ലിംഗ് ബൂമിംഗ്. ഇപ്പൊ അമേരിക്ക പോലത്തെ രാജ്യങ്ങൾ നമുക്കറിയാം വളരെ ആധുനികപരമായിട്ട് ഭയങ്കര ഗ്രോത്ത് ഉള്ള ഒരു രാജ്യമാണ്. പക്ഷെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 33 കോടി ജനങ്ങളാണ്. അവിടുത്തെ ടേൺ ഓവർ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിക്ക് 3,37,810 ടേൺ ഓവർ കോടി ഡയറക്ട് സെല്ലിംഗിന്റെ നടക്കുന്നുണ്ട്. അടുത്ത നമ്മൾ ചൈന പോപ്പുലേഷനിലും വലിയ രീതിയിൽ നല്ലൊരു രാജ്യമാണ്. 141 കോടി ജനങ്ങളുണ്ടെങ്കിലും 1,31,787 കോടി അവിടെയും ഈ ഡയറക്ട് സെല്ലിംഗ് ടേൺ ഓവർ നടക്കുന്നത്. ഇപ്പൊ മലേഷ്യ എന്ന് പറയുമ്പോൾ ചെറിയൊരു രാജ്യമാണ്, 3 കോടി മാത്രമേ സ്ട്രെങ്സ് ഉള്ളൂ. പക്ഷെ അവിടെ വരെ 30,550 കോടി ടേൺ ഓവർ നടക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ നിന്ന് സംബന്ധിച്ചോളം 144 കോടി ജനങ്ങളുണ്ടെങ്കിലും 19,000 കോടി ടേൺ ഓവർ ആണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ 2025 64,500 കോടി പൊട്ടൻഷ്യൽ ഉള്ള ഒരു വലിയൊരു മേഖലയായിട്ട് മാറുമെന്ന് അന്ന് സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞിട്ടുണ്ട്. അതിലിപ്പം 53% സ്ത്രീകളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നൗ സിലബസ്. ഇപ്പൊ നമ്മുടെ അണ്ണാമല യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അങ്ങനെ അനവധി യൂണിവേഴ്സിറ്റിയിൽ ഇതൊരു സിലബസ് ആയ ഒരു ചിത്രമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പൊ നമ്മളൊരു കമ്പനി തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും നോക്കുന്ന കാര്യം കമ്പനിക്ക് നിയമവശമായിട്ട് എല്ലാം ഓക്കെ ആണോ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമ്മളെ കമ്പനിയെ സംബന്ധിച്ചോളം നമ്മുടെ കമ്പനി ലീഗൽ സർട്ടിഫിക്കറ്റാണ്, കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്. അപ്പൊ നമ്മളൊരു ഗൈഡ് ലൈൻസ്, അതായത് ഡയറക്ട് സെല്ലിംഗ് ഗൈഡ് ലൈൻസ് ഉണ്ടോ, ഇത് സെൻട്രൽ ഗവൺമെന്റ് ഗൈഡ് ലൈൻസ്, ഇത് സ്റ്റേറ്റ് അല്ലാണ്ട് കേരളം, തമിഴ്നാട് 29 സംസ്ഥാനത്തിന് ഗൈഡ് ലൈൻസ് ഉണ്ട് നമുക്ക്. അടുത്ത ന്യൂസ് റിപ്പോർട്ടാണ്. അപ്പൊ കമ്പനി 2018 ലോഞ്ച് ചെയ്ത സമയങ്ങളിൽ നമ്മുടെ പ്രമുഖ പത്രമാധ്യമങ്ങളിൽ, ന്യൂസ് പേപ്പറിലൊക്കെ ഫ്രണ്ട് പേജിൽ തന്നെ വന്നിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ്, മലയാള മനോരമ, ഇങ്ങനെ നമ്മൾ ദൈനംദിനം വായിക്കുന്ന പത്രങ്ങളിൽ വലിയൊരു ന്യൂസ് ആയിട്ടാണ് നമ്മുടെ കമ്പനി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്ത ഡയറക്ട് സെല്ലിംഗ് കമ്പനി, അതായത് നമ്മുടെ കമ്പനി ഇപ്പൊ നിലവിൽ ഇന്ത്യയിലാണത്, പിന്നെ മറ്റുള്ള പല രാജ്യങ്ങളിലേക്കും എക്സ്പാൻഷനുള്ള ഒരുക്കത്തിലാണ്. ഇപ്പൊ നമ്മളൊരു ബിസിനസ്സിൽ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന ഒരു മാനേജ്മെന്റ് ആണ്. തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ ഡോക്ടർ ബോബി ചെമ്മണ്ണൂരാണ് നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ. നമ്മളെല്ലാവരും ബോച്ചെ എന്ന് വിളിക്കുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു ബിസിനസ് ആണ് ഫിജിക്കാർഡ്.com. ആൾക്ക് ഗോൾഡ് ഉണ്ട്, അതേപോലെ തന്നെ ഫിനാൻസ്, അങ്ങനെ അനവധി നിരവധി നമുക്ക് അറിയുന്നതും അറിയാത്തതായിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകൾ നമ്മുടെ ചെയർമാനായ ബോച്ചയ്ക്ക് ഉണ്ട്. അപ്പൊ കമ്പനിക്ക് ഒരു വിഷനും മിഷനും ഉണ്ടാവും. അപ്പൊ മിഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് ഫ്ലിപ്കാർട്ട്, ആമസോണിൽ നിന്നൊക്കെ നമ്മൾ വളരെ വർഷങ്ങളായിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഫിജിക്കാർഡ്.comന്റെ മിഷൻ എന്നാൽ നമ്മളിവിടെ ഫിക്സഡ് കസ്റ്റമറാണ്. 1 രൂപയുടെ ചെലവില്ല നമുക്ക് ഈ ബിസിനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ കമ്പനി എത്ര ടേൺ ഓവർ ഉണ്ടാക്കുമ്പോഴും അതിന്റെ പകുതി വരുമാനം നമ്മളെ പോലത്തെ സാധാരണക്കാരുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മളെയും ആ രീതിയിലേക്ക് ഫിനാൻഷ്യലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ വിഷനും. അപ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പൊ നമ്മുടെ കമ്പനിക്ക് ഓഫീസ് ഉണ്ട്, തൃശ്ശൂരിലാണ്. അതേപോലെ തന്നെ ലോജിസ്റ്റിക് ഹബ്ബുകൾ ഉണ്ട്, മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട്, ഡ്രസ്സ് തയ്ക്കുന്ന യൂണിറ്റ്, നമ്മുടെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന വണ്ടികൾ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഫിജി സ്റ്റോർ, ഇപ്പൊ നമ്മളെ കോഴിക്കോട്, എരഞ്ഞിപ്പാലം, അങ്ങനെ കേരളത്തിലെ 16 ജില്ലയിലും നമ്മുടെ ഔട്ട്ലെറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബ്രാൻഡ് എന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് ഉണ്ടാവും അല്ലെ. നമ്മുടെ കമ്പനിക്ക് ഫിജി ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓൺ ബ്രാൻഡ് ഉണ്ട്.
ആരിസുദ്ധ, ഫിജി ഗ്രീൻ, ലീലദവർ, ബോബീസിന്റെ, ടിബോന പെയിന്റ്, ലിവറിന്റെ കിച്ചൺ അപ്ലയൻസ്, അങ്ങനെ ബേബി ഗ്രീൻ സോഫ്റ്റ്, അങ്ങനെ അനവധി നിരവധി ഒരുപാട് സെൽഫ് ബ്രാൻഡുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് മാത്രമല്ല, നമുക്കിന്ന് പോപ്പുലർ ബ്രാൻഡായ മിൽമ ആയിക്കോട്ടെ, ഈസ്റ്റ്, നിറവറ, തേജസ്, അങ്ങനെ ടൈറ്റാൻ, അങ്ങനെ അനവധി നിരവധി വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡ് നമ്മുടെ കമ്പനിയുടെ ടൈപ്പാണ്. അത് കമ്പനിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് അവിടെ പ്രൂഫ് കൊടുക്കുന്നത്? KYC ഡോക്യുമെന്റ്സ്, അതായത് പാൻ കാർഡും ബാങ്ക് ഡീറ്റെയിൽസും ആധാർ കാർഡും. ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമാണ്. ഇതാണ് നമ്മൾ കമ്പനിയിൽ ചെയ്യുന്നത്. നമ്മൾ നേരിട്ട് ഫിസിക്കൽ പ്രൊമോട്ട് ചെയ്യാണ് കമ്പനീനെ. ഇനി നമുക്ക് ഓൺലൈനായിട്ട് ജൂമിൽ ഇരുന്നിട്ടോ വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, എല്ലാ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതാണ്. ഇതാണ് ട്രേഡ് വിത്ത് ടെക്നോളജി. ഇപ്പൊ ഞാൻ പറഞ്ഞു, ട്രഡീഷണൽ നിന്ന് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്ന സമയത്ത് ഏകദേശം 60 മുതൽ 80% വരെ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് സാധനങ്ങൾ എത്തുന്നത്. അതാണ് ഇവിടെ മാനുഫാക്ചറിൽ നിന്ന് നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ, സോണൽ, റീജിയണൽ, സൂപ്പർ, ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് സാധനങ്ങൾ എത്തുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡിസ്കൗണ്ട് എന്ന രീതിയിൽ ആമസോണും ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ ഒരുപാട് ഓൺലൈൻ വെബുകൾ നമുക്ക് സാധനം തരുമ്പോൾ നമ്മൾ അതിലേക്ക് പർച്ചേസ് ചെയ്യുന്നു. ഫിജിക്കാർഡ് എന്ന് പറയുന്ന സെയിം പ്രൊജക്റ്റ് ആണ്. ഇത്രയും ആളുകൾ ഒഴിവാക്കിക്കൊണ്ട് ഇതിന്റെ ലാഭമാണ് നമ്മളെ അക്കൗണ്ടിലേക്ക് ഫിജിക്കാർഡ്.com എന്നൊരു കമ്പനി തരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. റീറ്റെയിൽ പ്രോഫിറ്റ്, ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, ജനറേഷൻ ബോണസ്, മന്ത്ലി പെർഫോമൻസ് ബോണസ്, ഫാമിലി ഹെൽത്ത് ആൻഡ് ഇൻഷുറൻസ്, ആനുവൽ പ്രോഫിറ്റ്, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. അടുത്ത റീറ്റെയിൽ പ്രോഫിറ്റ് എന്നത് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഡിജിറ്റൽ ഓൺലൈൻ സൂപ്പർ സ്റ്റോർ കമ്പനി നമുക്ക് ഓപ്പൺ ചെയ്ത് തരാണ്. അപ്പൊ അങ്ങനെ ബിസിനസ് നമ്മൾ വന്നില്ലേ, ബിസിനസ് നമ്മൾ ചെയ്തേ പറ്റും. ബിസിനസ് ചെയ്യുമ്പോൾ ഒരു സ്റ്റോർ നിങ്ങൾ ഓപ്പൺ ചെയ്ത് ഒരു സ്റ്റോർ നിങ്ങൾ സുഹൃത്തിന് റഫർ ചെയ്യുന്ന സമയത്ത് എല്ലാ പ്രോഡക്റ്റിനും പോയിന്റ് ഉണ്ട്. ഒരു പോയിന്റിന് കമ്പനി 20 രൂപ തരും. ഇപ്പൊ 100 പോയിന്റ് ഒരു സുഹൃത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 2000 രൂപയുടെ കമ്പനി നമുക്ക് അക്കൗണ്ടിലേക്ക് തരുന്നത്. അങ്ങനെ 500 പോയിന്റും റൈറ്റിലും ലെഫ്റ്റിലും വരുമ്പോൾ നമുക്ക് 10,000 രൂപയാണ് കമ്പനി ക്രെഡിറ്റ് ചെയ്ത് തരുന്നത്. അങ്ങനെ 500 പോയിന്റ് റൈറ്റിലും 1000 പോയിന്റ് ലെഫ്റ്റിലും. ഇപ്പൊ ബിസിനസ് ആണ്, എല്ലാ സമയത്തും ഒരേമാതിരി നടക്കുന്നില്ല. ആ നടക്കുന്ന സമയത്ത് നമുക്ക് 500 മാച്ച് ചെയ്തിട്ട് 10,000 രൂപ അക്കൗണ്ടിലേക്ക് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ക്രെഡിറ്റ് ചെയ്ത് തരുന്നുണ്ട്. പക്ഷെ 500 അവിടെ ഗെരി കുറവായിട്ട് കിടക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് മാച്ച് ചെയ്യുമ്പോൾ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ 1500 റൈറ്റിലും 1500 ലെഫ്റ്റിലും നമുക്ക് മാച്ച് ചെയ്യുമ്പോൾ ഡെയിലി 30,000 കിട്ടുന്ന ഒരു വണ്ടർഫുൾ ബിസിനസ് പ്ലാറ്റ്ഫോമാണ് ഫിജിക്കാർഡ്. ഇത് ജനറേഷൻ ബോണസ് 20% മുതൽ 50% വരെ ടോട്ടൽ നമുക്ക് ജനറേഷൻ ബോണസ് കമ്പനി തരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്, അതായത് ഇപ്പൊ കമ്പനി ഒരു 3rd റാങ്ക് അച്ചീവ് ചെയ്ത് അതിന്റെ ക്രൈറ്റീരിയ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 lakh അബോവ് നമ്മുടെ കുടുംബത്തിലുള്ള 4 പേർക്ക് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു ഫെസിലിറ്റി നമുക്ക് കമ്പനി തരുന്നുണ്ട്. അടുത്ത മന്ത്ലി പെർഫോമൻസ് ബോണസ്. ഇത് നമ്മുടെ കമ്പനിയിൽ ഏറ്റവും ഒരു പ്രസ്റ്റീജ് ആയ ഒരു റാങ്കാണ് സെയിൽസ് മാനേജർ എന്നത്. 3rd റാങ്കിൽ ഇരിക്കുന്ന ഒരുപാട് ലീഡേഴ്സ് ഇവിടെ ഉണ്ട്. ഈ സെയിൽസ് മാനേജർ എന്ന റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്ത് അതിന്റെ ക്രൈറ്റീരിയ നമ്മൾ അടിക്കുന്ന സമയത്ത് പെർഫോമൻസ് ബോണസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനി തരുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്ത ആനുവൽ പ്രോഫിറ്റ്, അതായത് നമുക്ക് വാർഷികത്തിലുള്ള ഒരു ബിസിനസിന്റെ ഒരു പ്രോഫിറ്റ് ആണ്. 0.5% to 1.5% നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനിയുടെ 11ാമത്തെ റാങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സോണൽ സെയിൽ ഡെവലപ്മെന്റ് മാനേജർ നമുക്ക് കമ്പനി തരുന്നുണ്ട്. അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്, റൈഡർ ഫണ്ട്. ഇപ്പൊ നമ്മൾ കമ്പനി ഒരുപാട് റാങ്കുകളോട് പരിചയപ്പെടുന്നത്. അതിൽ 6th റാങ്ക് ഉണ്ട്. അത് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ 50,000 രൂപ നമുക്ക് ബൈക്കിന്റെ ഫണ്ട് തരുന്നുണ്ട്. അത് നമുക്ക് ബൈക്കിന്റെ ഫണ്ടാണ് തരുന്നത്. നമുക്ക് എന്തിനു വേണമെങ്കിലും അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അടുത്ത കാർ ഫണ്ടാണ്. ഇപ്പൊ കമ്പനിയുടെ ഒരു 10ാമത്തെ റാങ്ക് ഉണ്ട്. സോണൽ സെയിൽ ടീം മാനേജർ ഒരു 10th റാങ്ക് അച്ചീവ് ചെയ്ത് ഒരുപാട് ആളുകളുണ്ട് കേരളത്തിൽ. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 ലക്ഷം രൂപ കാർ മേടിക്കാനുള്ള ഫണ്ട് കമ്പനി ക്രെഡിറ്റ് ചെയ്ത് തരുന്നുണ്ട്. അടുത്ത ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പ്, സോണൽ സെയിൽ ഡെവലപ്മെന്റ് മാനേജർ എന്ന റാങ്ക് ഏകദേശം നമ്മൾ 1 CR മുകളിൽ നമ്മൾ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ 2 പേർക്ക് 10 ലക്ഷത്തിന്റെ പാക്കേജ് ആണ്. വിദേശ യാത്രകൾ പോയിട്ട് എൻജോയ് ചെയ്തിട്ട് വരാം, നമ്മൾ കമ്പനി തരുന്നതാണ്. ഇതാണ് പ്രീമിയം കാർ ഫണ്ട്. ഇപ്പൊ കമ്പനിയുടെ 12ാമത്തെ റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50 ലക്ഷം രൂപ പ്രീമിയം കാർ ഫണ്ട് ആയിട്ട് കമ്പനി അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരുന്നുണ്ട്. അത് അച്ചീവ് ചെയ്ത ലേഡിയാണെന്ന് നമ്മളെ ചീഫ് ഗസ്റ്റ് ആയിട്ട് സ്വപ്നമ ഇവിടെ അവൈലബിൾ ആണ്. അടുത്തത് ഹാപ്പി ഹോം ഫണ്ട്. ഇപ്പൊ കമ്പനിയിൽ ഒരുപാട് റാങ്ക്സ് ഉണ്ട്. ടോട്ടൽ 13 റാങ്കാണ്. ഈ 13 റാങ്കും വളരെ പവർഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്ത ഒരുപാട് ആളുകൾ 6 വർഷം കൊണ്ട് അച്ചീവ് ചെയ്ത സമയത്ത് ഒരു 3.5 കോടി 3 CR അബോവ് നേടിയുള്ള ആളുകൾക്ക് 1 CR 1 കോടി രൂപയുടെ ചെക്ക് ബോച്ചയിൽ നിന്ന് മേടിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇനിയും വരും വർഷങ്ങളിൽ ഒരുപാട് ആളുകൾ അത് മേടിക്കും എന്നുള്ളതാണ് വലിയൊരു യാഥാർത്ഥ്യം. ഇത് കമ്പനിയുടെ റാങ്കാണ്. ഇപ്പൊ നമ്മൾ എവിടെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പ്രൊമോഷൻ ഉണ്ടാവും അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ID രജിസ്റ്റർ ചെയ്താൽ നമ്മൾ എത്രത്തോളം പെർഫോം ചെയ്യുന്നോ ആ പെർഫോം ചെയ്യുന്ന സമയത്ത് ടോട്ടൽ 13 റാങ്കാണുള്ളത്. ഈ റാങ്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കമ്പനിയുടെ ക്രൈറ്റീരിയയുടെ എല്ലാ മാച്ചിങ്ങുള്ള എമൗണ്ട് കമ്പനി വരെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി അടുത്തത് ഡിജിറ്റൽ അക്കാഡമി. ഈ ഡിജിറ്റൽ അക്കാഡമിയാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. അപ്പൊ നിങ്ങളൊക്കെ ഈ ഒരു വേദിയിൽ ഇരുന്നിട്ടാണ് ഈ ബിസിനസ് കേൾക്കുന്നത്, ലൈവ് പ്ലാൻ ചെയ്യുന്നത്. ഞാനൊന്നും പ്ലാൻ കേട്ടിട്ടില്ല, വാച്ചിനെയും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. നമ്മളൊക്കെ ആരോ പ്ലാൻ പറഞ്ഞു, നമ്മൾ കേട്ടു, കയറി 4ാമത്തെ റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്തു എന്നുള്ളതാണ്. ഇത് നമ്മുടെ കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ് നിലവിൽ തൃശ്ശൂരുണ്ട്, കോയമ്പത്തൂരുണ്ട്, റീജിയണൽ മാർക്കറ്റ് കർണാടകയിലുണ്ട്. അങ്ങനെ എല്ലാ സ്റ്റേറ്റിലും നമ്മുടെ കമ്പനിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
ഓക്കെ, താങ്ക് യു. വണ്ടർഫുൾ ഇന്റർനാഷണൽ കമ്പനിയുടെ ഫിജി കാർഡ് പ്ലാനിലേക്ക് ഒന്ന് നമുക്ക് ജസ്റ്റ് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വെൽക്കം ടു ദ ഫിജിറ്റൽ വേൾഡ്. ഫിജിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പർച്ചേസിംഗ് ആണ് നമുക്കുള്ളത്. ഒന്ന് ഓൺലൈനായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം, സ്റ്റോർ ഉണ്ട്, നമുക്ക് ഫിസിക്കൽ സ്റ്റോറുകളുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം എന്നുള്ളത്. ലോകത്തിൽ തന്നെ രണ്ട് ആശയമാണ് ഫിജിറ്റൽ എന്ന വേൾഡിൽ തന്നെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ആശയമാണ്. നെക്സ്റ്റ് ടെക്നോളജി ചേഞ്ചസ്. തീർച്ചയായിട്ടും കാലഘട്ടത്തിന്റെ വലിയൊരു ചേഞ്ചസ് ആണ് നമ്മൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഫോണിലേക്ക് നമ്മൾ എല്ലാവരും മാറി അല്ലെ. പണ്ടൊക്കെ ലാൻഡ് ഫോൺ നമ്മൾ യൂസ് ചെയ്തു. പർച്ചേസിങ് അങ്ങനെ തന്നെ അല്ലെ. നമ്മൾ പണ്ട് ചന്തകളിലും മാർക്കറ്റിലൊക്കെ പോയി സാധനം മേടിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നു, പർച്ചേസ് ചെയ്യുന്നു. നെക്സ്റ്റ് വേൾഡ് ഫസ്റ്റ് ഡിജിറ്റൽ കമ്പനി വിത്ത് ഫാസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രീസ്. ലോകത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന 4 ബിസിനസ് മേഖലകളാണ്. അതിലൊന്ന് ഇ കൊമേഴ്സ് എന്ന് പറയും. ഇപ്പൊ നമ്മളൊക്കെ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആളുകളാണ്. ആ ഇന്റർനെറ്റിന്റെ എന്ത് സാന്നിധ്യത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അത് നമ്മൾ ഇ കൊമേഴ്സ് എന്നാണ് പറയുക. നെക്സ്റ്റ് ഡയറക്ട് സെല്ലിംഗ്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇടനിലക്കാരില്ലാത്ത കച്ചവടം. നമ്മൾ പുറത്തു നിന്നൊരു പ്രൊഡക്റ്റ് പിടിക്കുമ്പോൾ പരസ്യമെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് സാധനം കിട്ടുന്നത്. ഇത് കമ്പനി, മാനുഫാക്ചർ, നേരെ കസ്റ്റമർ. അടുത്ത റഫർ മാർക്കറ്റിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് പണ്ട് നിയമങ്ങളൊന്നും ഇന്ത്യയിൽ ഇല്ലായിരുന്നു. 2016 സെൻട്രൽ ഗവൺമെന്റ് നിയമം നമുക്ക് കൊണ്ടുവന്നു. അത് ആദ്യമായിട്ട് കേരള സർക്കാർ അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. നെക്സ്റ്റ് ഹെൽത്ത് ആൻഡ് വെൽനസ്. നമുക്കിപ്പോൾ പ്രതിരോധശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അപ്പൊ നമുക്ക് വെൽനസിന്റെ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മുടെ കമ്പനിയിലുണ്ട്. അപ്പോൾ തലവര ജ്യൂസ്, അതേപോലെ നെല്ലിക്കയുടെ ജ്യൂസ്, അങ്ങനെ ഒരുപാട് നല്ല ക്വാളിറ്റി ഉള്ള വെൽനസിന്റെ പ്രൊഡക്റ്റ് നമ്മുടെ അവൈലബിൾ ആണ്. ഈ 4 ബിസിനസ് മേഖലയും കൂടി കോർത്തിണക്കിയിട്ടാണ് ഫിജി കാർഡ് എന്നൊരു കമ്പനി വേൾഡിൽ തന്നെ ആദ്യമായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഇ കൊമേഴ്സ് ഓൺലൈൻ റീറ്റെയിൽ റവന്യൂ ആണ്. 2009 വർഷം എന്ന് പറയുമ്പോൾ 390 കോടിയാണ് അതിന്റെ റവന്യൂ നടന്നിട്ടുള്ളത്. 2014 എന്ന് പറയുന്ന സമയത്ത് 3800 കോടിയിലേക്ക് അതിന്റെ ടേൺ ഓവർ മാറിയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഒരു 4-5 മാസം കഴിഞ്ഞാൽ നമ്മൾ 2026 കിടക്കണം അല്ലെ. 20,000 കോടി എക്സ്പെക്ടഡ് ഗ്രോ ആണ് ഇ കൊമേഴ്സിന്റെ റവന്യൂ ആയിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സക്സസ്ഫുൾ ബിസിനസ് മോഡൽസ് ആയിട്ടുള്ള ഫേസ്ബുക്ക്, ആമസോൺ, ഒല, ഫ്ലിപ്കാർട്ട്, സൊമാറ്റോ ഇതൊക്കെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഡയറക്ട് സെല്ലിംഗ് ബൂമിംഗ്. അമേരിക്ക പോലത്തെ രാജ്യങ്ങൾ നമുക്കറിയാം വളരെ ആധുനികപരമായിട്ട് ഭയങ്കര ഗ്രോത്ത് ഉള്ള ഒരു രാജ്യമാണ്. പക്ഷെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 33 കോടി ജനങ്ങളാണ്. അവിടുത്തെ ടേൺ ഓവർ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിക്ക് 3,36,830 ടേൺ ഓവർ കോടി ഡയറക്ട് സെല്ലിംഗിന്റെ നടക്കുന്നുണ്ട്. അടുത്ത നമ്മൾ ചൈന പോപ്പുലേഷനിലും വലിയ രീതിയിൽ നല്ലൊരു രാജ്യമാണ്. 141 കോടി ജനങ്ങളുണ്ടെങ്കിലും 1,31,787 കോടി അവിടെ ഈ ഡയറക്ട് സെല്ലിംഗ് ടേൺ ഓവർ നടക്കുന്നത്. ഇപ്പൊ മലേഷ്യ എന്ന് പറയുമ്പോൾ ചെറിയൊരു രാജ്യമാണ്, 3 കോടി മാത്രമേ സ്ട്രെങ്സ് ഉള്ളൂ. പക്ഷെ അവിടെ വരെ 30,550 കോടി ടേൺ ഓവർ നടക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ നിന്ന് സംബന്ധിച്ചോളം 144 കോടി ജനങ്ങളുണ്ടെങ്കിലും 19,000 കോടി ടേൺ ഓവർ ആണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ 2025 64,500 കോടി പൊട്ടൻഷ്യൽ ഉള്ള ഒരു വലിയൊരു മേഖലയായിട്ട് മാറുമെന്ന് അന്ന് സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞിട്ടുണ്ട്. അതിലിപ്പം 53% സ്ത്രീകളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നൗ സിലബസ്. ഇപ്പൊ നമ്മുടെ അണ്ണാമല യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അങ്ങനെ അനവധി യൂണിവേഴ്സിറ്റിയിൽ ഇതൊരു സിലബസ് ആയ ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ നമ്മളൊരു കമ്പനി തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും നോക്കുന്ന കാര്യം കമ്പനിക്ക് നിയമവശമായിട്ട് എല്ലാം ഓക്കെ ആണോ എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ നമ്മളെ കമ്പനിയെ സംബന്ധിച്ചോളം നമ്മുടെ കമ്പനി ലീഗൽ സർട്ടിഫിക്കറ്റാണ്, കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്. അപ്പൊ നമ്മളൊരു ഗൈഡ്ലൈൻസ്, അതായത് ഡയറക്ട് സെല്ലിംഗ് ഗൈഡ്ലൈൻസ് ഉണ്ടോ, ഇത് സെൻട്രൽ ഗവൺമെന്റ് ഗൈഡ്ലൈൻസ്, ഇത് സ്റ്റേറ്റ് അല്ലാണ്ട് കേരളം, തമിഴ്നാട് 29 സംസ്ഥാനത്തിന് ഗൈഡ്ലൈൻസ് ഉണ്ട് നമുക്ക്. അടുത്ത ന്യൂസ് റിപ്പോർട്ടാണ്. അപ്പൊ കമ്പനി 2018 ലോഞ്ച് ചെയ്ത സമയങ്ങളിൽ നമ്മുടെ പ്രമുഖ പത്രമാധ്യമങ്ങളിൽ, ന്യൂസ് പേപ്പറിലൊക്കെ ഫ്രണ്ട് പേജിൽ തന്നെ വന്നിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ്, മലയാള മനോരമ, ഇങ്ങനെ നമ്മൾ ദൈനംദിനം വായിക്കുന്ന പത്രങ്ങളിൽ വലിയൊരു ന്യൂസ് ആയിട്ടാണ് നമ്മുടെ കമ്പനി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്ത ഡയറക്ട് സെല്ലിംഗ് കമ്പനി, അതായത് നമ്മുടെ കമ്പനി ഇപ്പൊ നിലവിൽ ഇന്ത്യയിലാണത്, പിന്നെ മറ്റുള്ള പല രാജ്യങ്ങളിലേക്ക് എക്സ്പാൻഷനുള്ള ഒരുക്കത്തിലാണ്. ഇപ്പൊ നമ്മളൊരു ബിസിനസ്സിൽ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന ഒരു മാനേജ്മെന്റ് അല്ലേ. തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ ഡോക്ടർ ബോബി ചെമ്മണ്ണൂരാണ് നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ. നമ്മളെല്ലാവരും ബോച്ചെ എന്ന് വിളിക്കുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു ബിസിനസ് ആണ് ഫിജിക്കാർഡ്.com. ആൾക്ക് ഗോൾഡ് ഉണ്ട്, അതേപോലെ തന്നെ ഫിനാൻസ്, അങ്ങനെ അനവധി നമുക്ക് അറിയുന്നതും അറിയാത്തതായിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകൾ നമ്മുടെ ചെയർമാനായ ബോച്ചയ്ക്ക് ഉണ്ട്. അപ്പൊ കമ്പനിക്ക് ഒരു വിഷനും മിഷനും ഉണ്ടാവും. അപ്പൊ മിഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് ഫ്ലിപ്കാർട്ട്, ആമസോണിൽ നിന്നൊക്കെ നമ്മൾ വളരെ വർഷങ്ങളായിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഫിജിക്കാർഡ്.comന്റെ മിഷൻ എന്നാൽ നമ്മളിവിടെ ഫിക്സഡ് കസ്റ്റമറാണ്. ₹1 ചെലവില്ല നമുക്ക് ഈ ബിസിനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ കമ്പനി എത്ര ടേൺ ഓവർ ഉണ്ടാക്കുമ്പോഴും അതിന്റെ പകുതി വരുമാനം നമ്മളെ പോലത്തെ സാധാരണക്കാരുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മളെയും ആ രീതിയിലേക്ക് ഫിനാൻഷ്യലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ വിഷനും. അപ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പൊ നമ്മുടെ കമ്പനിക്ക് ഓഫീസ് ഉണ്ട്, തൃശ്ശൂരിലാണ്. അതേപോലെ തന്നെ ലോജിസ്റ്റിക് ഹബ്ബുകൾ ഉണ്ട്, മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട്, ഡ്രസ്സ് തയ്ക്കുന്ന യൂണിറ്റ്, നമ്മുടെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന വണ്ടികൾ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഫിജി സ്റ്റോർ, ഇപ്പൊ നമ്മളെ കോഴിക്കോട്, എരഞ്ഞിപ്പാലം, അങ്ങനെ കേരളത്തിലെ 14 ജില്ലയിലും നമ്മുടെ ഔട്ട്ലെറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബ്രാൻഡ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് ഉണ്ടാവും അല്ലെ. നമ്മുടെ കമ്പനിക്ക് ഫിജി ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓൺ ബ്രാൻഡ് ഉണ്ട്.
ആരിസുദ്ധ, ഫിജി ഗ്രീൻ, ഡീ ലെതർ, ബോബീസിന്റെ, ടിബോന പെയിന്റ്, ലിവറിന്റെ കിച്ചൺ അപ്ലയൻസ്, അങ്ങനെ ബേബി ഗ്രീൻ, സ്വസ്തി, അങ്ങനെ അനവധി നിരവധി ഒരുപാട് സെൽഫ് ബ്രാൻഡുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് മാത്രമല്ല, നമുക്കിന്ന് പോപ്പുലർ ബ്രാൻഡായ മിൽമ ആയിക്കോട്ടെ, ഈസ്റ്റേൺ, നിറവറ, തേജസ്, അങ്ങനെ ടൈറ്റാൻ, അങ്ങനെ അനവധി നിരവധി വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡ് നമ്മുടെ കമ്പനിയുടെ ടൈപ്പാണ്. അടുത്ത കമ്പനിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് അവിടെ പ്രൂഫ് കൊടുക്കുന്നത്? KYC ഡോക്യുമെന്റ്സ്, അതായത് പാൻ കാർഡും ബാങ്ക് ഡീറ്റെയിൽസും ആധാർ കാർഡും. ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമാണ്. ഇതാണ് നമ്മൾ കമ്പനിയിൽ ചെയ്യുന്നത്. നമ്മൾ നേരിട്ട് ഫിസിക്കൽ പ്രൊമോട്ട് ചെയ്യാണ് കമ്പനിയെ. ഇനി നമുക്ക് ഓൺലൈനായിട്ട് ജൂമിൽ ഇരുന്നിട്ടോ വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, എല്ലാ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതാണ്. ഇതാണ് ട്രേഡ് വിത്ത് ടെക്നോളജി. ഇപ്പൊ ഞാൻ പറഞ്ഞു, ട്രഡീഷണൽ നിന്ന് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്ന സമയത്ത് ഏകദേശം 60 മുതൽ 80% വരെ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടാണ് നമ്മളെ കയ്യിലേക്ക് സാധനങ്ങൾ എത്തുന്നത്. അതാണ് ഇവിടെ മാനുഫാക്ചറിൽ നിന്ന് നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ, സോണൽ, റീജിയണൽ, സൂപ്പർ, ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കഴിഞ്ഞിട്ടാണ് നമ്മളെ കയ്യിലേക്ക് സാധനങ്ങൾ എത്തുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡിസ്കൗണ്ട് എന്ന രീതിയിൽ ആമസോണും, ഫ്ലിപ്കാർട്ട്, അങ്ങനത്തെ ഒരുപാട് ഓൺലൈൻ വെബുകൾ നമുക്ക് സാധനം തരുമ്പോൾ നമ്മൾ അതിലേക്ക് പർച്ചേസ് ചെയ്യുന്നു. ഫിജി കാർഡ് എന്ന് പറയുന്ന സെയിം പ്രൊജക്റ്റ് ആണ്. ഇത്രയും ആളുകൾ ഒഴിവാക്കിക്കൊണ്ട് ഇതിന്റെ ലാഭമാണ് നമ്മളെ അക്കൗണ്ടിലേക്ക് ഫിജികാർഡ്.com എന്നൊരു കമ്പനി തരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. റീറ്റെയിൽ പ്രോഫിറ്റ്, ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, ജനറേഷൻ ബോണസ്, മന്ത്ലി പെർഫോമൻസ് ബോണസ്, ഫാമിലി ഹെൽത്ത് ആൻഡ് ഇൻഷുറൻസ്, ആനുവൽ പ്രോഫിറ്റ്, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. അടുത്ത റീറ്റെയിൽ പ്രോഫിറ്റ് എന്നത് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഡിജിറ്റൽ ഓൺലൈൻ സൂപ്പർ സ്റ്റോർ കമ്പനി നമുക്ക് ഓപ്പൺ ചെയ്ത് തരാണ്. അപ്പൊ അങ്ങനെ ബിസിനസ് നമ്മൾ വന്നില്ലേ, ബിസിനസ് നമ്മൾ ചെയ്തേ പറ്റും. ബിസിനസ് ചെയ്യുമ്പോൾ ഒരു സ്റ്റോർ നിങ്ങൾ ഓപ്പൺ ചെയ്ത്, ഒരു സ്റ്റോർ നിങ്ങൾ സുഹൃത്തിന് റഫർ ചെയ്യുന്ന സമയത്ത് എല്ലാ പ്രൊഡക്റ്റിനും പോയിന്റ് ഉണ്ട്. ഒരു പോയിന്റിന് കമ്പനി 20 രൂപ തരും. ഇപ്പൊ 100 പോയിന്റ് ഒരു സുഹൃത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 2000 രൂപയുടെ കമ്പനി നമുക്ക് അക്കൗണ്ടിലേക്ക് തരുന്നത്. അങ്ങനെ 500 പോയിന്റും റൈറ്റിലും ലെഫ്റ്റിലും വരുമ്പോൾ നമുക്ക് 10,000 രൂപയാണ് കമ്പനി ക്രെഡിറ്റ് ചെയ്ത് തരുന്നത്. അങ്ങനെ 500 പോയിന്റ് റൈറ്റിലും 1000 പോയിന്റ് ലെഫ്റ്റിലും. ഇപ്പൊ ബിസിനസ് ആണ്, എല്ലാ സമയത്തും ഒരേമാതിരി നടക്കുന്നില്ല. ആ നടക്കുന്ന സമയത്ത് നമുക്ക് 500 മാച്ച് ചെയ്തിട്ട് 10,000 രൂപ അക്കൗണ്ടിലേക്ക് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ക്രെഡിറ്റ് ചെയ്ത് തരുന്നുണ്ട്. പക്ഷെ 500 അവിടെ കെരി ഫോർവേഡ് കിടക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് മാച്ച് ചെയ്യുമ്പോൾ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ 1500 റൈറ്റിലും 1500 ലെഫ്റ്റിലും നമുക്ക് മാച്ച് ചെയ്യുമ്പോൾ ഡെയിലി 30,000 കിട്ടുന്ന ഒരു വണ്ടർഫുൾ ബിസിനസ് പ്ലാറ്റ്ഫോമാണ് ഫിജി കാർഡ്. ഇത് ജനറേഷൻ ബോണസ് 20% മുതൽ 50% വരെ ടോട്ടൽ നമുക്ക് ജനറേഷൻ ബോണസ് കമ്പനി തരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്, അതായത് ഇപ്പൊ കമ്പനി ഒരു 3rd റാങ്ക് അച്ചീവ് ചെയ്ത് അതിന്റെ ക്രൈറ്റീരിയ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 lakh അബോവ് നമ്മുടെ കുടുംബത്തിലുള്ള 4 പേർക്ക് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു ഫെസിലിറ്റി നമുക്ക് കമ്പനി തരുന്നുണ്ട്. അടുത്ത മന്ത്ലി പെർഫോമൻസ് ബോണസ്. ഇത് നമ്മുടെ കമ്പനിയിൽ ഏറ്റവും ഒരു പ്രസ്റ്റീജ് ആയ ഒരു റാങ്കാണ് സെയിൽസ് മാനേജർ എന്നത്. 3rd റാങ്കിൽ ഇരിക്കുന്ന ഒരുപാട് ലീഡേഴ്സ് ഇവിടെ ഉണ്ട്. ഈ സെയിൽസ് മാനേജർ എന്ന റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്ത് അതിന്റെ ക്രൈറ്റീരിയ നമ്മൾ അടിക്കുന്ന സമയത്ത് പെർഫോമൻസ് ബോണസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനി തരുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്ത ആനുവൽ പ്രോഫിറ്റ്, അതായത് നമുക്ക് വാർഷികത്തിലുള്ള ഒരു ബിസിനസിന്റെ ഒരു പ്രോഫിറ്റ് ആണ്. 0.5% to 1.5% നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനിയുടെ 11ാമത്തെ റാങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സോണൽ സെയിൽ ഡെവലപ്മെന്റ് മാനേജർ നമുക്ക് കമ്പനി തരുന്നുണ്ട്. അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്, റൈഡർ ഫണ്ട്. ഇപ്പൊ നമ്മൾ കമ്പനി ഒരുപാട് റാങ്കുകളോട് പരിചയപ്പെടുന്നത്. അതിൽ 6th റാങ്ക് ഉണ്ട്. അത് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ 50,000 രൂപ നമുക്ക് ബൈക്കിന്റെ ഫണ്ട് തരുന്നുണ്ട്. അത് നമുക്ക് ബൈക്കിന്റെ ഫണ്ടാണ് തരുന്നത്. നമുക്ക് എന്തിനു വേണമെങ്കിലും അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അടുത്ത കാർ ഫണ്ടാണ്. ഇപ്പൊ കമ്പനിയുടെ ഒരു 10ാമത്തെ റാങ്ക് ഉണ്ട്. സോണൽ സെയിൽ ടീം മാനേജർ ഒരു 10th റാങ്ക് അച്ചീവ് ചെയ്ത് ഒരുപാട് ആളുകളുണ്ട് കേരളത്തിൽ. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 ലക്ഷം രൂപ കാർ മേടിക്കാനുള്ള ഫണ്ട് കമ്പനി ക്രെഡിറ്റ് ചെയ്തിരുന്നുണ്ട്. അടുത്ത ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പ്, സോണൽ സെയിൽ ഡെവലപ്മെന്റ് മാനേജർ എന്ന റാങ്ക്. ഏകദേശം നമ്മൾ 1 CR മുകളിൽ നമ്മൾ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ 2 പേർക്ക് 10 ലക്ഷത്തിന്റെ പാക്കേജ് ആണ്. വിദേശ യാത്രകൾ പോയിട്ട് എൻജോയ് ചെയ്തിട്ട് വരാം, നമ്മൾ കമ്പനി തരുന്നതാണ്. ഇതാണ് പ്രീമിയം കാർ ഫണ്ട്. ഇപ്പൊ കമ്പനിയുടെ 12ാമത്തെ റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50 ലക്ഷം രൂപ പ്രീമിയം കാർ ഫണ്ട് ആയിട്ട് കമ്പനി അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരുന്നുണ്ട്. അത് അച്ചീവ് ചെയ്ത ലേഡിയാണെന്ന് നമ്മളെ ചീഫ് ഗസ്റ്റ് ആയിട്ട് സ്വപ്നമ ഇവിടെ അവൈലബിൾ ആണ്. അടുത്തത് ഹാപ്പി ഹോം ഫണ്ട്. ഇപ്പൊ കമ്പനിയിൽ ഒരുപാട് റാങ്ക്സ് ഉണ്ട്. ടോട്ടൽ 13 റാങ്കാണ്. ഈ 13 റാങ്കും വളരെ പവർഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്ത ഒരുപാട് ആളുകൾ 6 വർഷം കൊണ്ട് അച്ചീവ് ചെയ്ത സമയത്ത് ഒരു 3.5 കോടി 3 CR അബോവ് നേടിയുള്ള ആളുകൾക്ക് 1 CR 1 കോടി രൂപയുടെ ചെക്ക് ബോച്ചയിൽ നിന്ന് മേടിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇനിയും വരും വർഷങ്ങളിൽ ഒരുപാട് ആളുകൾ അത് മേടിക്കുന്നുള്ളതാണ് വലിയൊരു യാഥാർത്ഥ്യം. ഇത് കമ്പനിയുടെ റാങ്കാണ്. ഇപ്പൊ നമ്മൾ എവിടെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പ്രൊമോഷൻ ഉണ്ടാവും അല്ലെ? അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ID രജിസ്റ്റർ ചെയ്താൽ നമ്മൾ എത്രത്തോളം പെർഫോം ചെയ്യുന്നോ ആ പെർഫോം ചെയ്യുന്ന സമയത്ത് ടോട്ടൽ 13 റാങ്കാണുള്ളത്. ഈ റാങ്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കമ്പനിയുടെ ക്രൈറ്റീരിയയുടെ എല്ലാ മാച്ചിങ്ങുള്ള എമൗണ്ട് കമ്പനി വരെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി അടുത്തത് ഡിജിറ്റൽ അക്കാഡമി. ഈ ഡിജിറ്റൽ അക്കാഡമിയാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. അപ്പൊ നിങ്ങളൊക്കെ ഈ ഒരു വേദിയിൽ ഇരുന്നിട്ടാണ് ബിസിനസ് കേൾക്കുന്നത്, ലൈവ് പ്ലാൻ ചെയ്യുന്നത്. ഞാനൊന്നും പ്ലാൻ കേട്ടിട്ടില്ല, വാച്ചിനെയും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. നമ്മളൊക്കെ ആരോ പ്ലാൻ പറഞ്ഞു, നമ്മൾ കേട്ടു, കയറി 4ാമത്തെ റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്തു എന്നുള്ളതാണ്. ഇത് നമ്മുടെ കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ് നിലവിൽ തൃശ്ശൂരുണ്ട്, കോയമ്പത്തൂരുണ്ട്, റീജിയണൽ മാർക്കറ്റ് കർണാടകയിലുണ്ട്. ഇങ്ങനെ എല്ലാ സ്റ്റേറ്റിലും നമ്മുടെ കമ്പനിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
ഓക്കെ താങ്ക് യു.